ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സീതമോളുടെ തുണി പല മോഡലിങ്ങിലുള്ള തുണി കണ്ടിട്ട് നമ്മളോട് എല്ലാരും ചോദിക്കുന്നുണ്ട്, ഇത് എവിടുന്ന് മേടിച്ചതാ, ഇത് എത്ര രൂപയാ, ഇത് തയ്പ്പിച്ചതാണോ, അങ്ങനെ എല്ലാം ചോദിക്കുന്നുണ്ട്. ഞാൻ ഒന്ന് രണ്ട് ഷോർട്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ തയ്ക്കുന്നത് വേറെ ആരുമല്ല തയ്ക്കുന്നത്, നമ്മുടെ അമ്മ തന്നെയാണ് ഈ സീതമോളുടെ ഈ തുണികളെല്ലാം തയ്ക്കുന്നത്. ഒരുപാടുണ്ട്, എല്ലാം കൂടെ വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇതിന്റെ കുറെ നമ്മൾ കുറെ പേർക്ക് കൊടുത്ത് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ നിലവിൽ കുറച്ചുള്ളതിന്ന് കുറച്ച് ഇപ്പൊ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വീഡിയോസ് ആണ് ഇന്ന് നമ്മൾ ഇതിന്റെ തയ്ക്കുന്ന എങ്ങനെ, എത്ര തുണിയാണ്, എന്തെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് അമ്മയും പെങ്ങളൂടെ പറയും, നമുക്കത് കാണാം. ആദ്യം ഈ തുണിയാണ്. ഇത് സീതമ്മക്ക് എത്ര വയസ്സിൽ തയ്ച്ചതായിരുന്നു നമ്മള്? സീതയ്ക്ക് 1 വയസ്സ് കഴിഞ്ഞപ്പോൾ. 1 വയസ്സ് കഴിഞ്ഞപ്പോ സീതമ്മക്ക് വേണ്ടി നമ്മൾ തയ്ച്ചതാണ്. അതിന്റെ കാര്യം ഒന്ന് പറയും. ഇത് ഒരു 5 മീറ്ററോളം ഉണ്ട്. 5 മീറ്ററോളം ഉണ്ട് രണ്ടും കൂടെ. ഇതും അതെന്താ അമ്മയ്ക്ക് കൺഫേം അല്ലാതെ ഞാന് ഓരോ തുണി കാണിക്കും, ഓരോ മോഡല് കാണിക്കും, ഇരുന്ന് കാണും, അത് കൊണ്ടുവന്ന് കാണിക്കും. അമ്മ ഇന്ന തുണി വേണം, അത് അമ്മയ്ക്ക് കൊണ്ടുവന്ന് തുണി എടുത്തോണ്ട് കൊടുക്കുക, അമ്മ തയ്ക്കുക. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അത് കൺഫേം അല്ലാത്തത് അമ്മയ്ക്ക്. അതുകൊണ്ടാണ് കേട്ടോ. ഇത് 25 മീറ്റർ തുണി ഉണ്ട് ഇതിനകത്ത്. ഇതിനകത്ത് ഒറ്റ നോട്ട് ഇത് കണ്ടാൽ മനസ്സിലാവത്തില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ചെറിയ ചെറിയ പ്ലീറ്റ് എടുത്ത് ഇങ്ങനെ ചെറുതായിട്ട് എടുത്ത് അടുപ്പിച്ച് നമ്മൾ ചെയ്തേക്കുന്ന തുണിയാണ്. അന്നാണെങ്കിൽ അമ്മയ്ക്ക് മോട്ടർ കേടായിട്ട് അമ്മയാണെങ്കിൽ ചവിട്ടി തയ്ച്ചതും കൂടെ. അന്ന് സീതമ്മയുടെ 2ാമത്തെ വയസ്സിന്റെ പിറന്നാളിന്റെയാണ്. 2 വയസ്സാവുന്നതിന്റെ പിറന്നാളിന്റെ അന്ന് തയ്ച്ചതായത്. അത് കുത്തിയത് രാത്രി ഏകദേശം ഒരു 1 മണിയോളം ഇരുന്ന് തയ്ച്ച് ഇതാക്കിയതാ. ഒത്തിരി ഭയങ്കരമായിട്ട് മോട്ടർ മേടിക്കാനും പറ്റാത്ത സാഹചര്യം. ഒത്തിരി എഫേർട്ട് എടുത്ത് തയ്ച്ച തുണിയാ അമ്മ. ഇത് കണ്ടാ പറയത്തില്ല നമ്മൾ അത്രയും ഉണ്ടെന്നാണ്. ഇതിനകത്ത് ആ ഡീറ്റെയിലിംഗ് വർക്ക് വരുമ്പോ മാത്രമേ ഇത് അറിയത്തുള്ളൂ. അതുകൊണ്ടോ ചെറിയ ഇതായത് ഇതിനകത്ത് വരുന്നത്. എന്നിട്ട് നമ്മളിതിനകത്ത് അടിയിൽ തുണി വന്നിട്ട് നമ്മളിതിനകത്ത് നെറ്റിനകത്ത് വെച്ച് അടിച്ചേക്കുന്ന തുണിയായത്. ഇത് മേളില് തന്നെ വേറൊരു 4 ലെയർ ഉണ്ട് അല്ലേ? 5 ലെയർ വരുന്നുണ്ട്. ഇത് ഏകദേശം ഒരു 35 മീറ്ററോളം തുണി ഉണ്ട് ഇതിനകത്ത്. ഇതിനകത്ത് ഫസ്റ്റ് ലെയർ വരുന്നുണ്ടോ? ഇത് ഇത്ര ഇതിനകത്ത് ഇതാണ്. ഇത് കറക്റ്റ് ഇതിനകത്ത് ഇത്രയും വരുന്നുണ്ട്. എടുത്തിട്ട് അടക്കാനുള്ള ഇതില്ലായിരുന്നു. ഇത് 2 ഷെയ്ഡ് ആണ് വരുന്നത് ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് അടിയിൽ തന്നെ നമ്മൾ മറ്റേതിന് വെച്ചണക്ക് ഞുറു ഇട്ട് അത് ചെയ്തേക്കുന്നത്. പിന്നെ ഈ സീക്വൻസ് വർക്ക് കയ്യിലും അതേ സെയിം പാറ്റേൺ. സീക്വൻസ് വർക്ക് മോളാ ചെയ്തേക്കുന്നത്. ഇതൊരു നെറ്റിൽ ചെയ്തെടുത്ത ഒരു വർക്കായിരുന്നു ഇത്. അതും ഈ പറഞ്ഞ സമയമില്ലാതെ ശരിക്കും ഞാൻ അമ്മയ്ക്ക് കൊടുക്കുന്നത് ഒരു 5-3 ദിവസത്തിന് മുന്നേ ആയിരിക്കും ഞാൻ ഇത് കൊണ്ടുവന്ന് കൺഫേം ചെയ്ത് കൊടുക്കുന്നത്. മോഡൽ എടുത്ത് കിട്ടിയ അമ്മ തയ്ക്കുന്ന തുണിയും കൊണ്ട് വരും. സമയം കൊടുക്കാറില്ല ഞാൻ. അത് എത്ര വയസ്സിലായിരുന്നു? ഇത് 4 വയസ്സിന്റെ നമ്മൾ ഇപ്പൊ ലാസ്റ്റ് അടിച്ചത്. ഇത് 3ാമത്തെ വയസ്സിന്റെ ആയത്. ഇതും 15 മീറ്ററോളം ഉണ്ട് തുണി. എല്ലാം കൂടെ ഒന്നല്ല. ഇതിന്റെ അടിയില് 4 ലെയർ വെച്ചിട്ടാണ് തയ്ക്കുന്നത്. ഇത് മൊത്തത്തിൽ വരുന്നത്. ഇതിനകത്ത് ഇപ്പൊ ഈ പറയുന്ന ഇത് ഒരു 15 മീറ്ററോളം. ഇത് പിന്നെ ഒരേ തുണിയല്ല വന്നത്. നമ്മൾ പല കളറിൽ എടുത്തേക്കുന്നതുകൊണ്ട് ഓരോ സെഷൻ ബൈ ആയിട്ടാ ഇത് എടുത്തിരുന്നത്. ഇത് 3ാമത്തെ വയസ്സിന്റെ. ഇത് പിന്നെ അല്ല, ഇത് എന്റെ മെറ്റേണിറ്റി ഷൂട്ടിന് വേണ്ടിട്ട് എടുത്തായിരുന്നു. ഇതിന്റെ കൂടെ തന്നെ എനിക്കും ഉള്ളതുകൊണ്ട് എന്റെ സിദ്ധുവിന്റെ ഡെലിവറി ടൈമില് അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോകുന്നതിന്റെ അന്ന് എനിക്കും അവക്കും കൂടെ തയ്ച്ചു തന്നായത്. ഇതിന്റെ അമ്മ എന്റെ ഉണ്ട്. അത് ഞാൻ എവിടെ നോക്കണം. അതെന്ന് എന്റെ പറഞ്ഞാൽ ഭയങ്കര ഫ്ലെയർ ബാക്ക് ഭയങ്കരമായിട്ടും കടന്ന് നല്ല. അത് എനിക്കൊന്ന് പറ്റുമെങ്കിൽ ഫോട്ടോ ഇതിനകത്ത് ആഡ് ചെയ്യാം. ഇത് 1 വയസ്സുള്ള അല്ല, ഇത് ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ ഒരു ഷോയ്ക്ക് വേണ്ടിട്ട് അമ്മ ചെയ്തായിരുന്നു. ഒരു ഷോ വെച്ച് തന്നെ കൊണ്ടുള്ള അതിന് വേണ്ടിട്ട് അമ്മ ഇത് ചെയ്തായിരുന്നത്. അപ്പൊ ഇത്രയാണ് മോഡലുകളൊക്കെ ഉണ്ട്. കുറെ ഇരിപ്പുണ്ട്. ബ്ലൗസിന് ആദ്യം വർക്ക് ചെയ്യും നമ്മള്. അതിന് ഡീറ്റെയിൽസ് വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പൊ ഇതാണ് ഞാൻ എല്ലാവരുടെയും സംശയം മാറിയെന്ന് വിചാരിക്കുന്നു. നമ്മള് മോം ആൻഡ് ഡോട്ടർ കോംബോ ചെയ്ത് കൊടുക്കും. നമുക്ക് അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ചെയ്തു തരാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അത്
ഓക്കെ, അതായത് അമ്മയ്ക്കും മോക്കും കുഞ്ഞുങ്ങൾക്കും ഉള്ള ലേഡീസിന്റെ ആണ് ഗേൾസിന്റെ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ വർക്ക്, ഹാൻഡ് വർക്ക്, ബ്ലൗസിലൊക്കെ ചെയ്യുന്ന ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. നമ്മൾ ചെയ്ത വർക്കുകൾ ഇവിടെ ഉണ്ട്. അതിന്റെ എല്ലാം നമ്മൾ അടുത്ത സൺഡേ വരുന്ന വീഡിയോയിൽ നമുക്കത് വ്ലോഗായിട്ട് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ സീതമോളുടെ ഡ്രസ്സ് എല്ലാം തയ്ക്കുന്നത് അമ്മയാണ്. നമ്മളിപ്പൊ കയ്യിലുള്ളതിലെ കുറച്ച് മോഡൽസ് ആണ് നമ്മൾ ഈ കാണിച്ചേക്കുന്നത്. സീതയുടെ തന്നെ നല്ല എന്റെ തുണിയും തയ്ക്കുന്നത് അമ്മയാണ്. എല്ലാം എനിക്ക് മാത്രമേ ഉള്ളൂ തുണിയൊന്നും തയ്ച്ചു തരാത്തത്. അതൊരു പെൺകൊച്ചാവാണ്. പെൺപിള്ളേർക്ക് എന്തെല്ലാം മോളിൽ തുണി ഉണ്ട്, ആമ്പിള്ളേർക്ക് ഒന്നിനെങ്കിൽ നിക്കർ കൊടുക്കും, അല്ലെങ്കിൽ പാന്റ് കൊടുക്കും. ഞാൻ നാളെ തൊട്ട് ചുരിദാർ ഇട്ടോണ്ട് നടക്കേണ്ടി വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതിന്റെ വർക്കുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും ഒക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളോട് പറയാ. ബ്ലൗസ് ഉണ്ട്, ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ബ്ലൗസിന്റെ വർക്കുകൾ ചെയ്തതെല്ലാം നമുക്ക് വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ മെഹന്തി ഇടുന്നുണ്ട്. നല്ലപോലെ മെഹന്തി ഇടാൻ വർക്കിന് പൊക്കോണ്ടിരുന്നതാണ്. അത് എല്ലാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. ബാക്കിയുള്ള വർക്കൊക്കെ വരുന്നുണ്ട്. ഓരോന്നായിട്ട് ഓരോ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.